നമസ്കാരം. ലോകത്ത് വാർത്തകളുടെ കാര്യത്തിൽ ഏറ്റവും എളുപ്പത്തിൽ പരക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ട്: ഗോസിപ്പ്. അതെ, അപവാദം അല്ലെങ്കിൽ പരദൂഷണം എന്നൊക്കെ പറയും. ദ ഡേഞ്ചേഴ്സ് ഓഫ് ഗോസിപ്പ്, അതാണ് നമ്മുടെ വിഷയം. അപവാദത്തിൽ നിന്നും ഉണ്ടാകുന്ന വിപത്തുകൾ, പരദൂഷണത്തിൻ്റെ അപകടങ്ങൾ. 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. 1, വാട്ട് ഈസ് ഗോസിപ്പ്? ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2, ദ സൈക്കോളജി ഓഫ് ഗോസിപ്പ്. എന്താണ് ഗോസിപ്പിൻ്റെ പുറകിലുള്ള മനഃശാസ്ത്രം? 3, വൈ ഡു പീപ്പിൾ ഗോസിപ്പ്? എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പരദൂഷണം പറഞ്ഞു പരത്തുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ ഗോസിപ്പിൽ താൽപ്പര്യം കാണിക്കുന്നത്? 4, ഹൗ ടു പുട്ട് എൻ എൻഡ് ടു ഗോസിപ്പ്. എങ്ങനെയാണ് ഈ ഗോസിപ്പുകൾ ഇല്ലായ്മ ചെയ്യുക? വിക്കിപീഡിയയിൽ ഗോസിപ്പിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഗോസിപ്പ് ഈസ് ഐഡിൽ ടോക്ക് or rumor, especially about the personal or private affairs of others. അപവാദ പ്രചരണമാണത്രേ ഗോസിപ്പുകൾ. വെറുതെ സമയം കളയാൻ വേണ്ടി ആളുകൾ പലതും പറഞ്ഞു പരത്തുന്നു. അതാണ് ഗോസിപ്പ്. ഗോസിപ്പ് ഇസ് ഇൻഫർമേഷൻ ഷെയർഡ് അബൌട്ട് an absent third party എന്ന് പറയാറുണ്ട്. ഹാജരില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പരത്തുമ്പോൾ അതിന് ഗോസിപ്പ് എന്ന് പറയുന്നു. അയ്യോ, അവൾ അവൻ്റെ കൂടെ ഓടിപ്പോയി എന്ന് പറയുമ്പോൾ അതൊരു ഗോസിപ്പായേക്കാം. ഇതിൽ കേൾക്കുന്നവനും പറയുന്നവനും ഒരു സുഖം ഉണ്ടാകുന്നുണ്ട്. മോസ്റ്റ് ഗോസിപ്പ് ഇൻവോൾവ്സ് ഷെയറിംഗ് ഹൂ ഡിഡ് വാട്ട് വിത്ത് ഹും. ആരാണ് ആരോടാണ് എന്താണ് പറഞ്ഞത്? ഇതാണ് ഗോസിപ്പിൻ്റെ പുറകിലുള്ളൊരു സംഗതി. അപ്പോൾ ഇതിൽ 2 കൂട്ടരുണ്ട്. 1, അപവാദം പറഞ്ഞു പരത്തുന്ന വ്യക്തി. ആ വ്യക്തിക്ക് പറയുന്നു ഗോസിപ്പർ എന്ന്. കിംവദന്തി, നുണപ്രചാരണം നടത്തുന്ന വ്യക്തിയാണ് ഗോസിപ്പർ. എ ഗോസിപ്പർ is someone who enjoys talking about other people and their private lives എന്നതാണ് കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ ഗോസിപ്പർ എന്ന വാക്കിൻ്റെ അർത്ഥം കാണുന്നത്. ഈ അപവാദത്തിന് ബലിയാടാകുന്ന വ്യക്തി, ഇരയാകുന്ന വ്യക്തിക്ക് വിക്ടിം എന്ന് പറയും. ഗ്രേറ്റ് മൈൻഡ്സ് ഡിസ്കസ് ഐഡിയാസ്, ആവറേജ് മൈൻഡ്സ് ഡിസ്കസ് ഇവൻറ്റ്സ്, വീക്ക് മൈൻഡ്സ് ഡിസ്കസ് പീപ്പിൾ എന്നാണ് ഹെൻറി തോമസ് ബക്കിൾ പറഞ്ഞിട്ടുള്ളത്. സുമനസ്സുകൾ ആശയങ്ങളെ ചർച്ച ചെയ്യും. ശരാശരിക്കാർ സംഭവങ്ങളെയാണ് ചർച്ച ചെയ്യുക. ദുർബല മനസ്സുകൾ മനുഷ്യന്മാരെക്കുറിച്ച് അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇനി ദ സൈക്കോളജി ഓഫ് ഗോസിപ്പ്. എന്തുകൊണ്ടാണ് ആളുകൾ ഗോസിപ്പ് ചെയ്യുന്നത്? ഇവിടെ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട്. 2 ബേസിക് നീഡ്സ്. 1 സോഷ്യൽ നീഡ് എന്ന് പറയും, സാമൂഹികമായ ചില ആവശ്യങ്ങൾ. 2 ഇമോഷണൽ നീഡ്സ്, വൈകാരികമായിട്ടുള്ള ചില ആവശ്യങ്ങൾ. ഇതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്. 1, ദ ഡിസയർ ടു ഫിറ്റ് ഇൻ. ആളുകളുടെ കൂട്ടത്തിൽ കൂടാൻ വേണ്ടി മറ്റു ചിലർ ഗോസിപ്പിൽ ഏർപ്പെടുന്നു. ഇപ്പോൾ 3 4 ആളുകൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അവിടേക്ക് പോവുകയാണ്. അവർ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നാൽ അവർ എന്നെ കൂട്ടത്തിൽ കൂട്ടില്ല എന്നൊരു തോന്നൽ കാരണം ഞാൻ ആ ഒരു ഗോസിപ്പിൽ പങ്കുചേരുന്നു. 2, ദ ഡിസയർ ടു ഫീൽ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഗെയിൻ പവർ ഓവർ അതേഴ്സ്. എനിക്ക് എൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ വരുന്ന സമയത്ത് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഞാൻ ചില വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ആളുകൾ ഞാൻ പറയുന്നത് കേൾക്കുമല്ലോ. അതിൽ നിന്നും കിട്ടുന്ന ഒരു നിർവൃതി, ഒരു സുഖം, അതിനു വേണ്ടിയിട്ടാണ് ചില ആളുകൾ ഗോസിപ്പിൽ ഏർപ്പെടുന്നത്. 3ാമതായി, ടു ഓവർകം ഫീലിങ്സ് ഓഫ് ജെലസി ആൻഡ് ഇൻസെക്യൂരിറ്റി. മറ്റൊരു വ്യക്തിയോട് അസൂയ തോന്നുമ്പോഴും ഞാൻ സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ജനിക്കുമ്പോഴും ഞാൻ ആ വ്യക്തിയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഗോസിപ്പിൽ ഏർപ്പെടുന്നു. ഇനി ഏതെല്ലാം തരത്തിലാണ് ഗോസിപ്പുകൾ ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം പ്രൊഫഷണൽ ഗോസിപ്പ് എന്ന് പറയും. ജോലി സംബന്ധമായി, ബിസിനസ് പരമായി നമ്മൾ മറ്റു വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രൊഫഷണൽ ഗോസിപ്പാണ്. ഗോസിപ്പുകൾ ഏത് ഗണത്തിൽപ്പെടുന്നതായാലും 3 തരം ഫ്ലേവേഴ്സ് ഉണ്ട്: പോസിറ്റീവ് ഫ്ലേവേഴ്സ്, നെഗറ്റീവ് ഫ്ലേവേഴ്സ് ആൻഡ് ന്യൂട്രൽ ഫ്ലേവേഴ്സ്. ഈ സംസാരത്തിൽ നിന്നുണ്ടാകുന്ന രസം, രുചി അല്ലെങ്കിൽ ചുവ എന്നൊക്കെ പറയും. 3 തരത്തിലാണ് വരുന്നത്. പ്രൊഫഷണൽ ഗോസിപ്പിൽ സാധാരണഗതിയിൽ ന്യൂട്രൽ ഫ്ലേവറാണ് ഉണ്ടാവുക പതിവ്. എന്നാൽ ചില ഓഫീസുകളിൽ അവിടെ ജോലി ചെയ്യുന്ന മറ്റു ചിലരെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി, ചൂഷണം ചെയ്യാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥർ നെഗറ്റീവായിട്ടുള്ള ഗോസിപ്പിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ അവിടെ ഫ്ലേവർ നെഗറ്റീവാണ്. ബട്ട് അതർവൈസ് നോർമലി ന്യൂട്രൽ ഫ്ലേവറാണ്. ഒരു സപ്ലയറെ കുറിച്ച് പറയുന്നു, ഒരു കസ്റ്റമറെ കുറിച്ച് പറയുമ്പോൾ അവർ ശരിക്കും വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അവിടെയും മറ്റൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഫ്ലേവർ നെഗറ്റീവ് അല്ല, ന്യൂട്രലാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത് വരുന്നത് സോഷ്യൽ ഗോസിപ്പാണ്.
ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി, സാമൂഹികമായ ബന്ധങ്ങൾ പുലർത്തുവാൻ വേണ്ടി നമ്മൾ ഗോസിപ്പിൽ ഏർപ്പെടുമ്പോൾ അത് സോഷ്യൽ ഗോസിപ്പായി മാറുന്നു. നെയ്ബർഹുഡിൽ അയൽവക്കത്തിലുള്ള ആളുകളുമായി സംസാരിക്കുന്നതെല്ലാം സോഷ്യൽ ഗോസിപ്പിൽ വരും. ഈ സോഷ്യൽ ഗോസിപ്പ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ന്യൂട്രൽ ആകാം. ഈ പറയുന്ന വ്യക്തികൾ ഏത് തരക്കാരാണ് അതനുസരിച്ചിരിക്കും ഗോസിപ്പിലുള്ള ഫ്ലേവർ, രുചി. മൂന്നാമത് വരുന്നത് മെലീഷ്യസ് ഗോസിപ്പ് എന്ന് പറയും, വിച്ച് ഇസ് ഇൻറ്റൻറ്റഡ് ടു ഹാം സമൺസ് റെപ്യൂട്ടേഷൻ. മറ്റൊരു വ്യക്തിയുടെ യശസ്, കീർത്തി ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഗോസിപ്പിൽ ഏർപ്പെടുമ്പോൾ അത് മെലീഷ്യസ് ഗോസിപ്പാണ്. ഉദ്ദേശം വളരെ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവർ തീർത്തും നെഗറ്റീവാണ്. പീപ്പിൾ ആർ ക്വിക്ക് ടു ബിലീവ് ദ ബാഡ് തിങ്സ് ദേ ഹിയർ അബൌട്ട് ഗുഡ് പീപ്പിൾ എന്ന് പറയാറുണ്ട്. നല്ല വ്യക്തികളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുമ്പോൾ പെട്ടെന്നത് സ്പ്രെഡ് ആവുകയും ആളുകൾ വിശ്വസിക്കാനും സാധ്യതയുണ്ട്. അവൻ 2 കോടി ഉറുപ്പ്യ ബാങ്കിൽ നിന്നും അടിച്ചു മാറ്റി ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് സംശയം വരുമെങ്കിലും കുറേ ആളുകൾ ഇത് പറയുന്ന സമയത്ത് സത്യമാണോ എന്ന് തോന്നിപ്പോകും. ഇതാണ് ഗോസിപ്പിൻ്റെ പവർ. നേരത്തെ പറഞ്ഞ ഗോസിപ്പിൻ്റെ ഫ്ലേവറുകളെക്കുറിച്ച് ഒന്നുകൂടെ സൂചിപ്പിക്കാം. പോസിറ്റീവ് ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അഭാവത്തിൽ ആ വ്യക്തിയെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ, നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ടുള്ള ഗോസിപ്പാണ്. നെഗറ്റീവ് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ മറ്റു വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പരത്തുകയാണെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള ഫ്ലേവറുള്ള ഗോസിപ്പാണ്. ഗോസിപ്സ് ആർ വേഴ്സ് ദാൻ തീവ്സ് ബിക്കോസ് ദേ സ്റ്റീൽ അനദർ പേഴ്സൺസ് ഡിഗ്നിറ്റി, റെപ്യൂട്ടേഷൻ ആൻഡ് ക്രെഡിബിലിറ്റി എന്നാണ്. ഗോസിപ്പിൽ ഏർപ്പെടുന്നവർ കള്ളന്മാരെക്കാൾ മോശക്കാരാണ്. അവർ മറ്റുള്ളവരുടെ യശസ്സും കീർത്തിയും എല്ലാം പിടിച്ചെടുക്കുന്നു. ന്യൂട്രൽ ഗോസിപ്പ് എന്ന് പറയുമ്പോൾ ഉള്ളതുപോലെ പറയുന്നു. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്റ്റ്. മറ്റൊരു വ്യക്തിയെ താഴ്ത്തി കെട്ടാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല. അവൻ കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് മതി കൊടുക്കുക. എൻ്റെ അടുത്ത് കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട്, ഇതുവരെ തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്റ്റാണ്. ഒരു വ്യക്തിയെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിലും അവിടെ നെഗറ്റീവ് ഉദ്ദേശമില്ല, ഫോർവാൺ ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് ന്യൂട്രൽ ഗോസിപ്പ്. 2019 ഇക്കണോമിക് ടൈംസിൽ ഒരു വാർത്ത വന്നിരുന്നു. 467 റിസർച്ച് പാർട്ടിസിപ്പൻസിനെ വെച്ച് ഒരു പഠനം നടത്തിയിരുന്നു ഗോസിപ്പിനെ കുറിച്ച്. അതിൽ പറയുന്നു, വിമൻ ഡോണ്ട് എൻഗേജ് ഇൻ ടെയർ ഡൗൺ ഗോസിപ്പ് എനി മോർ ദാൻ മെൻ എന്ന്. പുരുഷന്മാരെക്കാൾ കൂടുതലായി സ്ത്രീകൾ ഗോസിപ്പിൽ ഏർപ്പെടുന്നില്ല എന്നതാണ് കണക്ക്. ഈ പഠനം വളരെ രസകരമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഗോസിപ്പിൽ ഏർപ്പെടുന്നവർ 9.4% ആളുകളും നെഗറ്റീവായിട്ടുള്ള ഗോസിപ്പിൽ ഏർപ്പെടുന്നവർ 15.1% വ്യക്തികളും ഏറ്റവും കൂടുതലായുള്ള ന്യൂട്രൽ ഗോസിപ്പേഴ്സാണത്രേ 74.3%. ഇത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ നെഗറ്റീവായ ഗോസിപ്പായാലും പോസിറ്റീവായ ഒരു വ്യക്തിയുടെ ചെവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് പരക്കുകയില്ല. ഗോസിപ്പ് ഡൈസ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ദ ഇയേഴ്സ് ഓഫ് ദ വൈസ് എന്നാണ് പറയുക. വിവേകമുള്ളവരുടെ കാതുകളിലെത്തുമ്പോൾ ഗോസിപ്പുകൾ നിർവീര്യമായി പോകുന്നു. ഫിലിം ഫീൽഡിലും പൊളിറ്റിക്സിലും പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയും എല്ലാം ഗോസിപ്പുകൾ പരക്കുന്നുണ്ട്. പത്രമാധ്യമങ്ങൾ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും യൂട്യൂബ് ചാനലുകൾ അവരുടെ വ്യൂവർഷിപ്പ് ഇൻക്രീസ് ചെയ്യാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുവാനും എടുക്കുന്ന ചില തന്ത്രങ്ങളാണ് ഗോസിപ്പ്. ഇനി നിങ്ങളെക്കുറിച്ചാണ് ആരെങ്കിലും ഗോസിപ്പ് പറഞ്ഞു പരത്തുന്നത്, നിങ്ങൾക്കതുകൊണ്ട് ചില വിഷമങ്ങൾ ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിൽ പറയാവുന്നത്, ഞാനൊരു സെലിബ്രിറ്റിയായി മാറിയല്ലോ, മെനി പീപ്പിൾ ആർ ട്രൈയിങ് ഹാർഡ് ടു ഗെറ്റ് ദെംസെൽവ്സ് നോട്ടിസ്ഡ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളെക്കുറിച്ച് മറ്റാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തനിക്ക് ഗുണപ്രദമാണല്ലോ എന്ന് വിചാരിക്കാം. ഇനി നഷ്ടങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിഷമം വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദാറ്റ് പേഴ്സൺ. ആരാണോ നിങ്ങളെക്കുറിച്ച് ഈ നുണപ്രചാരണം നടത്തുന്നത് ആ വ്യക്തിയോട് ദേഷ്യപ്പെടാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാവുന്നതാണ്. ഇനി മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങൾ ഈ ഗോസിപ്പ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ യു ക്യാൻ റെസിസ്റ്റ് ദി ഏർജ് ടു പാർട്ടിസിപ്പേറ്റ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് വിചാരിക്കുക, എനിക്കും അതിൽ കൂടിച്ചേരണം, അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉള്ളിൽ നിന്ന് വരുന്ന സമയത്ത് വേണ്ട എന്ന് വയ്ക്കാം. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, എല്ലാവരുടെയും ഉള്ളിൽ നന്മയും തിന്മയുമുണ്ട്, ഗുഡ് ആൻഡ് ഈവിൽ. ചില അളവുകളിൽ വ്യത്യാസമുണ്ട് എന്നല്ലാതെ ആരും പൂർണ്ണമായി മോശക്കാരനല്ല, ആരും പൂർണ്ണമായി നല്ലതുമല്ല. An evil person naturally tends to see evil in others. This increases the evil within oneself.
പോസിറ്റീവായൊരു വ്യക്തിക്ക് മറ്റുള്ള വ്യക്തികളിൽ പോസിറ്റീവാണ് സാധാരണ കൂടുതലായി കാണാൻ കഴിയുക. നെഗറ്റീവായൊരു വ്യക്തിക്ക് മറ്റുള്ളവരിൽ കൂടുതലും നെഗറ്റീവായ കാര്യങ്ങളെ കാണാൻ കഴിയൂ. റോബിൻ ശർമ്മ പറഞ്ഞിട്ടുണ്ട്, വാട്ട് യു ഫോക്കസ് ഓൺ ഗ്രോസ്, വാട്ട് യു തിങ്ക് അബൌട്ട് എക്സ്പാൻസ് ആൻഡ് വാട്ട് യു ഡ്വെൽ അപ്പോൺ ഡിറ്റർമിൻസ് യുവർ ഡെസ്റ്റിനി. നിങ്ങൾ എന്തിനാണോ കേന്ദ്രീകരിക്കുന്നത്, നിങ്ങൾ എന്തിനാണോ ശ്രദ്ധ ചെലുത്തുന്നത്, അത് വികസിക്കുന്നു, അത് വർദ്ധിക്കുന്നു. അങ്ങനെ അത് നിങ്ങളുടെ തലയിലെഴുത്തായി മാറുന്നു. ഹൗ ടു പുട്ട് എൻ എൻഡ് ടു ഗോസിപ്പ്. എങ്ങനെയാണ് ഗോസിപ്പുകൾ ഇല്ലാതെയാക്കുക? 6 കാര്യങ്ങൾ പറയാം. ആദ്യത്തെ പോയിന്റ്, കിക്ക് ദ ഹാബിറ്റ്. ബ്രിങ് മോർ അവെയർനെസ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ. മതപരമായ കാര്യങ്ങളിലായിക്കോട്ടെ, രാഷ്ട്രീയ കാര്യങ്ങളിലായിക്കോട്ടെ, ആൺ പെൺ ബന്ധങ്ങളുടെ കാര്യങ്ങളിലായിക്കോട്ടെ, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ബ്രിങ് മോർ അവെയർനെസ്, ബോധം കൊണ്ടുവരിക. പ്രത്യേകിച്ചും നിങ്ങൾ അത്യാവശ്യം പേരുള്ള വ്യക്തിയാണ്, സമൂഹത്തിൽ പേരുള്ള വ്യക്തിയാണ്, ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടുതൽ ബോധം കൊണ്ടുവരേണ്ടതായിട്ട് വരും. കാരണം പലപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ എടുത്ത് അത് വളച്ചൊടിച്ച് നിങ്ങളുടെ നേർക്ക് തന്നെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വിപരീതമായ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം സംസാരിക്കുമ്പോൾ. അധികം സംസാരിക്കാതിരിക്കുക നല്ലത്. കുറേ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. 2, ബിഫോർ യു ഗോ ടു ബെഡ്, ടേക്ക് സ്റ്റോക്ക് ഓഫ് ദ നമ്പർ ഓഫ് ഗോസിപ്സ് ദറ്റ് യു വർ പാർട്ടി ടു ഓൺ ദാറ്റ് ഡേ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക, എത്ര പേരെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിച്ചു, അതിൽ എത്ര പേരെക്കുറിച്ചാണ് ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞത്, എത്ര പേരെക്കുറിച്ചാണ് ന്യൂട്രലായി പറഞ്ഞത്, എത്ര പേരെക്കുറിച്ചാണ് ഞാൻ നെഗറ്റീവായി സംസാരിച്ചത്. പ്രത്യേകിച്ചും ഞാൻ നെഗറ്റീവായി സംസാരിച്ച വ്യക്തികളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, എൻ്റെ ഉള്ളിൽ അസൂയ ഉണ്ടായിരുന്നുവോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഞാൻ മറ്റു വ്യക്തികളെ താഴ്ത്തിക്കെട്ടിയത് എന്നെല്ലാം വിശകലനം ചെയ്യണം. നിങ്ങൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വ്യക്തിയാകണം എന്നുണ്ടെങ്കിൽ, ഒരു തിരിച്ചറിവുണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിരിക്കണം. 3, ട്രൈ എ 1 day gossip fast. ഒരു ദിവസത്തേക്ക് ഉപവാസം എടുക്കുക. എന്തിൽ? ഗോസിപ്പിൽ. ഗോസിപ്പ് പറയാതിരിക്കുക എന്നർത്ഥം. അതായത് ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ ഗോസിപ്പിൽ ഏർപ്പെടില്ല എന്ന് പറയുന്നതിന് പകരം ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്ന് ഉച്ചവരെ ഞാനൊരു വ്യക്തിയെക്കുറിച്ചും നെഗറ്റീവായി സംസാരിക്കില്ല എന്ന തീരുമാനം എടുക്കുക. 4, ഡോണ്ട് റഷ് ടു ജഡ്ജ്മെൻറ്റ്. ക്വസ്റ്റ്യൻ ഇറ്റ്, ചെക്ക് ദ സോഴ്സ്. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, അത് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് സത്യമാണോ എന്ന് പരിശോധിക്കുക. പലപ്പോഴും തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇമ്മീഡിയറ്റ്ലി അത് ഫോർവേഡ് ചെയ്യാതിരിക്കുക. വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാം ഒന്ന് ആലോചിച്ച ശേഷം, തിരക്കില്ല, ടേക്ക് യുവർ ടൈം, ചെക്ക് ദ സോഴ്സ്. ഇതെവിടെ നിന്നാണ് വന്നത്, ആരാണോ എനിക്കിത് അയച്ചു തന്നത്, ആരുടെ ഫേസ്ബുക്ക് പേജിലാണിത് വന്നത്, ആ വ്യക്തിയെക്കുറിച്ചുള്ളൊരു വിശ്വാസ്യതയുണ്ടല്ലോ, അതെല്ലാം നോക്കിയ ശേഷം വേണം നിങ്ങൾ അത് പ്രയോഗിക്കാൻ. 5, ബി ഇൻക്ലൂസീവ്. സെലിബ്രേറ്റ് പീപ്പിൾസ് ഡിഫറൻസസ്. ആളുകൾ വ്യത്യസ്തരാണ് എന്ന് മനസ്സിലാക്കുക. ഈ വ്യത്യസ്തതകളാണ് ശരിക്കും നമ്മുടെ ചുറ്റുപാടിനെ ഇത്രയും അലങ്കരിക്കുന്നത്. ഈ വ്യക്തികളിൽ ഉണ്ടാകുന്ന വ്യത്യസ്തതകളാണ് സൊസൈറ്റിയെ, സമൂഹത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുന്നത്, ബലപ്പെടുത്തുന്നത്, സ്ട്രോങ്ങർ ആക്കുന്നത്. 6, നോട്ടീസ് ദി ആഫ്റ്റർ ടേസ്റ്റ്. റിയലൈസ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ യു. ആഫ്റ്റർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച ശേഷം നമ്മുടെ വായിൽ നിലനിൽക്കുന്ന രുചി, സ്വാദ്, അതാണ്. നിങ്ങളൊരു നെഗറ്റീവ് ഗോസിപ്പിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ടേസ്റ്റ് മോശമായിരിക്കും, നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുന്നതായിരിക്കും. പോസിറ്റീവായിട്ടുള്ള ഗോസിപ്പിൽ ദോഷമില്ല. നെഗറ്റീവായിട്ടുള്ള ഗോസിപ്പിൽ ഏർപ്പെടേണ്ടി വരുമ്പോൾ മനസ്സുകൊണ്ട് പറയുക, നോ, ഞാൻ ഇത് ചെയ്യില്ല, ഞാനിത് പറയില്ല എന്ന്. അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നും പുറത്തോട്ട് കടക്കാൻ കഴിയുക. ഇഫ് യു ഹാവ് നത്തിങ് നൈസ് ടു സേ, ഡോണ്ട് സേ എനിത്തിങ് അറ്റ് ഓൾ. നിങ്ങൾക്ക് നല്ലതൊന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ ഇരിക്കുക. വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.